വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം. ഇന്നത്തെ വായന ഭാഗം 2 ദിനവൃത്താന്തം 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 21 അധ്യായം 12 വാക്യം. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഖീശിനെ ഏറ്റവും ഭയപ്പെട്ടു. ഗത്തിലെ ഫെലിസ്ത്യ രാജാവായിരുന്നു ആഖീശ്. പ്രധാനപ്പെട്ട 5 ഫെലിസ്ത്യ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ഗത്ത്. അനാക്യർ ഇവിടെ അധിവസിച്ചിരുന്നതായി യോശുവയുടെ പുസ്തകം 11 അധ്യായം 22 വാക്യത്തിൽ കാണുന്നു. ഗത്ത് പട്ടണം യഹൂദയുടെ അതിർത്തിയോടടുത്ത് സ്ഥിതി ചെയ്തിരുന്നു. ശൗൽ രാജാവിനെ ഭയന്ന ദാവീദ് ഓടിച്ചെന്ന് അഭയം നേടിയത് ഗത്ത് രാജാവായ ആഖീശിൻ്റെ അടുക്കൽ ആയിരുന്നു. എന്നാൽ ആഖീശിൻ്റെ ഭൃത്യന്മാർ അവനോട് ഇപ്രകാരം ചോദിക്കുന്നു: ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദ് അല്ലയോ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് അവർ നൃത്തങ്ങളിൽ ഗാനപ്രതിഗാനം ചെയ്തത് ഇവനെക്കുറിച്ചല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ദാവീദ് ഗത്തിൻ്റെ ആഖീശ് രാജാവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നു. തുടർന്ന് ബുദ്ധിഭ്രമം നടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുവാനും ഒരുങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സംഭവം 1 ശമൂവേൽ 21 അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അതേസമയം രാജാവായ ആഖീശും ദാവീദിനെ ഒരു ഭ്രാന്തൻ എന്നു കരുതി അരമനയിൽ നിന്നും തൻ്റെ ഭൃത്യന്മാരെ കൊണ്ട് പുറത്താക്കിച്ചു കളയുന്നു. എന്നാൽ സങ്കീർത്തനങ്ങൾ 34 തലക്കെട്ടിൽ കാണുന്നത് അബീമേലെക്ക് അല്ല എന്നും അത് ഗത്ത് രാജാവായ ആഖീശാണെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനുശേഷം 1 ശമൂവേൽ 27 അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദിനെ ഉൾക്കൊള്ളാൻ ആദ്യം വൈമനസ്യം കാണിച്ച ആഖീശ് ദാവീദിനെയും കൂട്ടരെയും അംഗീകരിക്കുകയും സിക്ലാഗ് എന്ന പട്ടണം അവർക്കായി അഥവാ ദാവീദിനായി നൽകുകയും ചെയ്യുന്നു. മാത്രമല്ല, ദാവീദിനെ ആഖീശ് തൻ്റെ അംഗരക്ഷകനാക്കുകയും ചെയ്യുന്നുണ്ട്. ദാവീദിൽ ഒരു ദോഷവും കാണാതെ വണ്ണവും ദാവീദ് ഒരു പരമാർത്ഥി ആകുന്നു എന്ന് മനസ്സിലാക്കിയ ആഖീശ് ദാവീദിനെ സ്നേഹിക്കുന്നതായിട്ട് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ 1 ശമൂവേൽ 29 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ പ്രേരണ നിമിത്തം ആഖീശ് ദാവീദിനെ സിക്ലാഗിലേക്ക് തന്നെ മടക്കി അയക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ അവിടെ 9 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്: ആഖീശ് ദാവീദിനോട് പറയുന്നുണ്ട്, എനിക്കറിയാം, എനിക്ക് നിന്നെ ഒരു ദൈവദൂതനെ പോലെ ബോധിച്ചിരിക്കുന്നു എന്ന് ദാവീദിനോട് പറയുന്ന ആഖീശിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ദാവീദിനോട് വളരെ ദയയോടെ പെരുമാറിയ, ദാവീദിനെ ഒരു ദൈവദൂതനെ പോലെ കണ്ട ഫെലിസ്ത്യ രാജാവായിരുന്നു ആഖീശ്. അങ്ങനെയെങ്കിൽ നമുക്കും മറ്റുള്ളവരോട് ദയയോടെ പെരുമാറുവാനായിട്ട് സാധിക്കണം. അതുമാത്രമല്ല, മറ്റുള്ളവരിൽ ദൈവമുഖം ദർശിക്കുവാനും നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. മറ്റുള്ളവരിൽ ദൈവമുഖം ദർശിക്കുവാൻ എപ്പോഴും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.